ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി സവാളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടി ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. മുട്ട പുഴുങ്ങി അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് കറിവേപ്പില ഇട്ട ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് നല്ലതുപോലെ വഴക്കിയെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം മൂടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പതിയെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അങ്ങനെ തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി അടുത്ത് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കാം. അരി അടുപ്പിലിട്ടിട്ടുണ്ട്. പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ കണ്ട് പണി ചെയ്യാം. നല്ല രസമാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ നോക്കി നിൽക്കാനും അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരുപാട് കറികളൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാണ്. അതിന് വേണ്ടി വെണ്ടയ്ക്ക എടുത്ത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. മഴ കണ്ടരിയാം. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് അരി വെന്ത് കഴിഞ്ഞു. അത് വാർത്തിട്ടു. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. വെണ്ടയ്ക്ക മെഴുക്കിനുള്ള എല്ലാം റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് മെഴുക്ക് വയ്ക്കുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് മൂടി വെക്കരുത് കേട്ടോ. മൂടി വെക്കാതെ വേണം വേവിച്ചെടുക്കാൻ. മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പിന്നെ ഒരുമാതിരി വെണ്ടയ്ക്ക നല്ല മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ മൂടി വയ്ക്കാതെ വേണം നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാൻ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഏറ്റവും അവസാനം അല്പം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെയല്ലേ ഇടുന്നത്, പക്ഷേ കുരുമുളക് പൊടി ഇട്ട നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി തലേദിവസം ഉണ്ടായിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ചു, ഓയിലൊഴിച്ചു, ഫ്രൈ ചെയ്യാൻ ഓരോ പീസായിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. പുറത്ത് നല്ല മഴയും അകത്ത് ചൂട് ചോറും വെണ്ടയ്ക്ക മെഴുക്ക്, ചിക്കൻ ഫ്രൈ, പിന്നെ നമ്മുടെ തീയലും. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.